സങ്കടം വന്നിട്ട് ഇന്ദ്രന് കണ്ണുകളൊക്കെ നിറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത പാവം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അവന് നെഞ്ചു നീറിപ്പിടഞ്ഞു. അച്ചമ്മയാണെങ്കിൽ വാതുക്കൽ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു, ഇന്ദ്രന്റെ വരവും കാത്ത്. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് മോനെ? സംസാരിച്ചോ? ഇന്ദ്രൻ കയറി വന്നതും അച്ചമ്മ ചോദിച്ചു. സംസാരിച്ചു. വേദനയുണ്ട്. പിന്നെ അവര് മെഡിസിനൊക്കെ കൊടുത്തു കിടത്തി. വേറെ കുഴപ്പമില്ലെങ്കിൽ നാളെ റൂമിലേക്ക് മാറ്റും. എൻ്റെ കൃഷ്ണ, എൻ്റെ കുഞ്ഞിനെ ഒരുപാട് വേദനിപ്പിക്കരുതേ. പാവം, അതിന് സഹിക്കാൻ പോലുമുള്ള ആരോഗ്യമില്ല. കിച്ചു വന്നില്ലേ അച്ചമ്മേ? പെട്ടെന്ന് ഇന്ദ്രൻ ചോദിച്ചു. വന്നു മോനെ. അപ്പോഴാണ് മിനറൽ വാട്ടർ മേടിച്ചില്ല എന്ന് ഓർത്തത്. വീണ്ടും പോയിട്ടുണ്ട്, ഇപ്പോൾ വരും. രണ്ടാളും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കിച്ചു അവിടേക്ക് കയറി വന്നു. ഏട്ടാ, സ്റ്റെല്ലയ്ക്ക് എങ്ങനെയുണ്ട്? വയ്യടാ, നല്ല ക്ഷീണമാണ്. പിന്നെ എല്ലാം ഉള്ളിലൊതുക്കി കിടക്കുക. പാവത്തിന് വേറെ നിവർത്തിയില്ലല്ലോ. അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ ഇടറി. സാരമില്ല ഏട്ടാ, സങ്കടപ്പെടുകയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ സ്റ്റെല്ല റിക്കവർ ആകും, കണ്ടോ? അവൾ ഒരു ശുഭവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ അരികിൽ വന്നിരുന്നു. എന്നാൽ ഇന്ദ്രൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സങ്കടത്തോടെയുള്ള അവളുടെ ആ നോട്ടം, അതായിരുന്നു ഇന്ദ്രന്റെ ഉള്ളിൽ അപ്പോഴും. അത്രമേൽ വയ്യെങ്കിലും ഇന്ദ്രേട്ടന് എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്നുള്ള അവളുടെ ആകുലത, അത് ഓർക്കുന്തോറും അവൻ്റെ ഉള്ളം പൊള്ളിപ്പിടഞ്ഞു. ഭക്ഷണം കഴിക്കാമെന്ന് കിച്ചു ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും ഇന്ദ്രൻ അത് കൂട്ടാക്കിയില്ല. ഒടുവിൽ അച്ചമ്മയും കിച്ചുവും അവൻ കഴിച്ചാലേ എന്തെങ്കിലും കഴിക്കൂ എന്ന് വാശി പിടിച്ചപ്പോൾ ഒടുവിൽ ഇന്ദ്രൻ ഒരു ചപ്പാത്തി എടുത്ത് കഴിച്ചെന്ന് വരുത്തി. അന്ന് രാത്രിയിൽ അവന് ഉറക്കം വന്നതേയില്ല. വെറുതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നാളെ സ്റ്റെല്ല തൻ്റെ അരികിൽ എത്തിയാൽ മാത്രം അവന് സമാധാനം ആവുകയുള്ളായിരുന്നു. പുലരാറായപ്പോഴാണ് ഇന്ദ്രൻ ഒന്ന് ഉറങ്ങിയത്. ഡോക്ടർ വന്നപ്പോൾ OPയിൽ ചെന്നു അവൻ സ്റ്റെല്ലയുടെ കാര്യം സംസാരിച്ചു. താൻ എത്തിയതേയുള്ളൂ എന്നും ICUവിലേക്ക് പോവുകയാണ്, ടെൻഷൻ ഒന്നും വേണ്ട, സ്റ്റെല്ല ഓക്കെയാണ് എന്നും അയാൾ പറഞ്ഞു. പിന്നീട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കിച്ചുവും അച്ചമ്മയും ഒക്കെ സ്റ്റെല്ലയെ കൊണ്ടുവരുന്നത് കാത്ത് റൂമിലിരിക്കുകയാണ്. ഡോക്ടർ എന്തു പറഞ്ഞു ഏട്ടാ? എപ്പോഴാ കൊണ്ടുവരുന്നത്? റൗണ്ട്സിന് പോയില്ലെന്ന്, എന്നെ വിളിക്കും, അപ്പോൾ ചെന്നാൽ മതി പറഞ്ഞുകൊണ്ട് അവൻ വന്ന് ബെഡിൽ കയറിയിരുന്നു. എന്നാലും നമ്മളാണ് അത് ചെയ്തതെന്ന് ഇന്ദ്രൻ കണ്ടുപിടിച്ചല്ലോ ഏട്ടാ. ഞാൻ ഒരിക്കൽ പോലും അവൻ്റെ വരവ് പ്രതീക്ഷിച്ചതല്ല. ഒക്കെക്കും കാരണം ആ ഡ്രൈവറാണ്. അവന് രക്ഷപ്പെടാനും കഴിഞ്ഞില്ലല്ലോ. ശരിക്കും ഇന്ദ്രൻ അയാൾക്കിട്ട് കൊടുത്തുന്നാ കേട്ടത്. മഹാലക്ഷ്മി സഹോദരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്തെ മുറിയിൽ. ഉണ്ണിമായയും അരികിലുണ്ട്. ഇന്ദ്രേട്ടന് ഒന്നും പറ്റാഞ്ഞത് ഭാഗ്യം. അച്ഛൻ്റെയും അപ്പച്ചിയുടെയും കുരുട്ടുബുദ്ധിയിൽ ഏട്ടന് വല്ലതും സംഭവിച്ചിരുന്നുവെങ്കിൽ കാണാമായിരുന്നു. ഈശ്വരൻ കാത്തത് കൊണ്ടാണ്. ആ ലളിത പറഞ്ഞത് ഡ്രൈവറുമായിട്ട് ആ പെണ്ണ് പോയെന്നല്ലേ മോളെ? അത് വെച്ചാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തത്. ഇന്ദ്രന്റെ ഒപ്പമാണെന്നുള്ളത് നമ്മളുണ്ടോ അറിയുന്നു? ലളിത, ആ സ്ത്രീയെ ദയവ് ചെയ്ത് വിശ്വസിക്കല്ലേ അപ്പേ. ചുമ്മാ വായി തോന്നുന്നല്ലേ വിളിച്ചു പോവുന്നേ. നിർത്തി, എല്ലാം നിർത്തി. ഇനി യാതൊരു കാരണവശാലും അവളെ വിളിക്കുക പോലും ചെയ്യില്ല. മഹാലക്ഷ്മി ആണയിട്ട് പറഞ്ഞപ്പോൾ ദേവനും അത് ശരിവെച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്ദ്രനെ വന്ന് ഒരു സിസ്റ്റർ വിളിച്ചുകൊണ്ടുപോയി. ഡോക്ടർ വന്നുവെന്നും സ്റ്റെല്ലയെ കയറി കാണാൻ പറ്റുമെന്നുമൊക്കെ സിസ്റ്റർ അവനെ അറിയിച്ചു. അവൻ ചെന്നപ്പോൾ ഡോക്ടർ സ്റ്റെല്ലയെ പരിശോധിക്കുകയാണ്. വേദനയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇവർ മെഡിസിൻ തരും കേട്ടോ. ഡോക്ടർ പറഞ്ഞതും അവൾ പതിയെ തലകുലുക്കി. ഇന്ദ്രൻ, സ്റ്റെല്ലയ്ക്ക് BP ഇടയ്ക്ക് ഡൗൺ ആവുന്നുണ്ട്. അത് പേടിക്കാനൊന്നുമില്ല, ഓക്കെ ആയിക്കോളും കേട്ടോ. ഇവിടെ ആയതുകൊണ്ടാണ്. റൂമിൽ ചെന്ന് തന്നോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ആളെ ഉഷാറാകും. അവനെ കണ്ടതും ഡോക്ടർ പറഞ്ഞു. ഓക്കെ ഡോക്ടർ. പിന്നെ ഭക്ഷണമൊക്കെ ലൈറ്റായിട്ട് പോട്ടെ. ഇന്നൂടെ ഫ്ലൂയിഡ് ഇട്ടേക്കാം. ക്ഷീണമുണ്ടെങ്കിൽ മാറിക്കോളും. എഴുന്നേറ്റിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തല ചുറ്റാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ ഡോക്ടർ. വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ പറയാനില്ല. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളൊക്കെ ഇവർ സിസ്റ്റർമാർ ചെയ്യും കേട്ടോ. സ്റ്റെല്ലയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം ഇന്ദ്രൻ്റെ തോളിൽ ഒന്ന് തട്ടിയിട്ട് ഡോക്ടർ പത്മകുമാർ നടന്നുപോയി. അവളുടെ അരികിലേക്ക് ചെന്ന് ഇന്ദ്രൻ പതിയെ ആ നെറുകയിൽ തലോടുകയാണ്. അച്ചമ്മയും കിച്ചുവും ഒക്കെ റൂമിലുണ്ട്, സ്റ്റെല്ലയെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇന്നലെ പോയില്ലേ അവര്? ഇല്ലടോ, തന്നെ കണ്ടിട്ടേ പോകൂ എന്ന് രണ്ടാൾക്കും വാശി. പിന്നെ നിന്നോളാം ഞാനും പറഞ്ഞു. അത് കേട്ടതും സ്റ്റെല്ലയുടെ ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരി വിരിഞ്ഞു. ഇന്നലെ രാത്രിയിൽ ഒരുപാട് വേദനിച്ചോ? വേദന തോന്നിയപ്പോൾ സിസ്റ്റർമാരെ വിളിച്ചു. അവർ ഗുളിക തന്നത് കഴിച്ച് പിന്നെ ഉറങ്ങിപ്പോയി. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഈ കൈക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവൾ ഇടത് കൈ ചെറുതായി ഉയർത്തി. വേണ്ട വേണ്ട, അധികം ഇളക്കുകയൊന്നും വേണ്ട, എല്ലാം കുറയട്ടെ. ഇന്ദ്രൻ പെട്ടെന്ന് സ്റ്റെല്ലയെ വിലക്കി. പിന്നീട് അവളെ റൂമിലേക്ക് മാറ്റുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ICUവിൽ ഉണ്ടായിരുന്ന 2 സിസ്റ്റർമാരും കൂടി ചെയ്തു. വീൽ ചെയറിൽ ഇരുത്തിയാണ് സ്റ്റെല്ലയെ റൂമിലേക്ക് കൊണ്ടുപോയത്.
ഇപ്പോൾ തന്നെ സ്റ്റെല്ലയെ കൊണ്ടുവരുമെന്ന് ഇന്ദ്രൻ പറഞ്ഞതുകൊണ്ട് അച്ചമ്മയും കിച്ചുവും കൂടി അവളെ കാത്ത് വെളിയിൽ നിന്നു. അല്പം കഴിഞ്ഞതും 2-3 സിസ്റ്റർമാർ ചേർന്ന് സ്റ്റെല്ലയുമായിട്ട് വരുന്നത് അവർ കണ്ടു. പാവം അച്ചമ്മ സ്റ്റെല്ലയെ കണ്ടതും കരയാൻ തുടങ്ങി. ഇന്ദ്രൻ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അച്ചമ്മേ. അരികിലെത്തിയതും സ്റ്റെല്ല പതിയെ വിളിച്ചു. നിറഞ്ഞ മിഴികളോടെ അച്ചമ്മ മുഖം ഉയർത്തി അവളെ നോക്കി. അപ്പോഴേക്കും സ്റ്റെല്ലയുടെ കവളിൽ കൂടി കണ്ണീര് ഒലിച്ചിറങ്ങി. ആഹാ, ഇത്രയും വേദന സഹിച്ചു ഇന്നലെ കിടന്ന ആളാണോ ഇപ്പൊ കരയുന്നത്? ഇഞ്ചക്ഷൻ വേണോ ഒന്നൂടെ? സിസ്റ്റർ കണ്ണുരുട്ടി പേടിച്ചപ്പോൾ സ്റ്റെല്ല കവൾ തുടച്ചു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അച്ചമ്മയും കിച്ചുവും കൂടി ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങിയത്. അതും ഇന്ദ്രൻ ഒരുപാട് നിർബന്ധിച്ച ശേഷം. സ്റ്റെല്ലയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ സ്ത്രീകൾ ആരെങ്കിലും കൂടെ വേണ്ടേയെന്ന് അച്ചമ്മ ഇന്ദ്രനോട് ചോദിച്ചതാണ്. അതിന് സിസ്റ്ററെ വിളിച്ചാൽ മതിയെന്നും പിന്നെ താനും കൂടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവൻ അവരെ സമാധാനിപ്പിച്ചിരുന്നു. പക്ഷേ അത് കേട്ടപ്പോൾ ശരിക്കും വിഷമത്തിലായത് സ്റ്റെല്ലയായിരുന്നു. നിസ്സഹയായി തന്നെ നോക്കുന്നവളെ പലപ്പോഴും ഇന്ദ്രൻ കാണുന്നുണ്ട്. ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവൻ പുഞ്ചിരിച്ചപ്പോൾ സ്റ്റെല്ല മുഖം താഴ്ത്തി. ഇടയ്ക്ക് ഒരു സിസ്റ്റർ വന്ന് ഉച്ചയ്ക്ക് കഴിക്കുവാനുള്ള മെഡിസിനൊക്കെ കൊടുത്തപ്പോൾ സ്റ്റെല്ല ഉറങ്ങിപ്പോയിരുന്നു. തലേ ദിവസം ശരിക്കും ഉറങ്ങാത്തതിനാൽ ഇന്ദ്രനും ബൈസ്റ്റാൻഡർക്ക് കിടക്കുവാനുള്ള ബെഡിൽ കയറി കിടന്നു. രണ്ടാളും നന്നായി ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ സമയം 5 മണിയായിരുന്നു. ഇന്ദ്രനായിരുന്നു ആദ്യം എഴുന്നേറ്റത്. അവൻ വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി വന്ന് ഫ്രഷായി തിരികെ വന്നു. അവൾക്ക് കുടിക്കുവാനായി കോഫി വാങ്ങിക്കുവാൻ പതിയെ ക്യാൻറ്റീനിലേക്ക് പോയി. കോഫിയും ഉഴുന്നുവടയും വാങ്ങി അവൻ പെട്ടെന്ന് മടങ്ങി വരികയും ചെയ്തു. അപ്പോൾ സ്റ്റെല്ല ഉണർന്നു കിടപ്പുണ്ട്. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടവൾ മുഖം തിരിച്ചു. ആഹാ, എഴുന്നേറ്റോ? പുഞ്ചിരിയോടുകൂടി അവൻ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. കോഫി ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു വെച്ച ശേഷം സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്നു. പതിയെ ചായ ഇരുത്തട്ടെ, എന്നിട്ട് കോഫി കുടിച്ചാലോ? അവൻ ചോദിച്ചതും സ്റ്റെല്ല പതിയെ തലകുലുക്കി. മെല്ലെ ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തിയ ശേഷം ഇന്ദ്രൻ അവളെ ചായ ഇരുത്തി. ഇടതു കൈകൊണ്ട് അവൾ ഇന്ദ്രന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. പേടിക്കണ്ടടാ, വീഴത്തൊന്നുമില്ലെന്നേ. കാതോരം അവന്റെ ശബ്ദം. ഒരു കപ്പിലായി കുറച്ച് വെള്ളമെടുത്തു കൊണ്ടുവന്നു. ഇടതു കൈകൊണ്ട് സ്റ്റെല്ല വെള്ളത്തിൽ മുക്കിയ ശേഷം മുഖമൊക്കെ അമർത്തി തുടച്ചു. ഇന്ദ്രൻ ഒരു ടവൽ എടുത്തുകൊണ്ട് വന്ന ശേഷം വെള്ളമൊക്കെ തുടച്ചു കൊടുത്തു. പതിയെ ചൂട് കാപ്പി ഊതി ഊതി അവൾ കുടിക്കുന്നത് നോക്കി ഇന്ദ്രൻ അരികിലിരുന്നു. സ്റ്റെല്ലയ്ക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അവന്റെ നോട്ടം കാണും തോറും. എന്തു പറ്റി? പെട്ടെന്ന് ഇന്ദ്രൻ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. ഞാൻ അരികിലിരിക്കുന്നത് കൊണ്ടാണോ? അവൻ ചോദിച്ചതും സ്റ്റെല്ല ഒന്നും പറയാതെ മുഖം കുനിച്ചു. വേറെ ആരും അല്ലല്ലോ, ഞാനല്ലേ, പിന്നെന്താ? എന്നെ കാണണ്ടാഞ്ഞിട്ട് ആണോടോ? ഇന്ദ്രൻ വീണ്ടും പറഞ്ഞപ്പോൾ സ്റ്റെല്ല ഒന്ന് മുഖമുയർത്തി. അങ്ങനെ ഒന്നുമില്ല, ഞാൻ ചുമ്മാ. അവളുടെ കയ്യിൽ നിന്നും കോഫി കുടിച്ച കപ്പ് മേടിച്ചു കൊണ്ടുപോയി വാഷ് ബേസിനിൽ കഴുകി വെച്ചിട്ട് ഉഴുന്നുവട എടുത്തു കൊടുക്കുകയാണ് ഇന്ദ്രൻ. കോഫി കുടിച്ചപ്പോൾ വയറ് നിറഞ്ഞു ഇന്ദ്രേട്ടാ? ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇതുകൂടെ കഴിക്ക്. നിർബന്ധിച്ച് അവളെ അവൻ കഴിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡോറിൽ ആരോ തട്ടിയത്. ഇന്ദ്രൻ ചെന്ന് വാതിൽ തുറന്നു. അവന് പരിചിതമായ ഒരു മുഖമല്ലായിരുന്നു വെളിയിൽ. സ്റ്റെല്ല കിടക്കുന്നത് ഈ റൂമിലല്ലേ? പുറത്തു നിന്നയാൾ ഇന്ദ്രനോട് ചോദിച്ചു. അതെ, ഈ റൂമിലാണല്ലോ. താങ്കൾ ആരാണ്? അത് പിന്നെ സ്റ്റെല്ലയ്ക്ക് എന്നെ അറിയാം, ശിവൻ എന്ന് പറഞ്ഞാൽ മതി. ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. സ്റ്റെല്ല. വിളിയൊച്ച കേട്ട ഭാഗത്തേക്ക് അവൾ മുഖം തിരിച്ചു. ശിവൻ ചേട്ടാ. അവൾ ആഹ്ലാദത്തോടു കൂടി ചിരിക്കുന്നത് നോക്കി ഇന്ദ്രൻ അല്പം മാറി നിന്നു. ഞാനിവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയെയും കൊണ്ടുവന്നതാണ്. ഒന്ന് ബാത്റൂമിൽ വീണതായിരുന്നു, കാലൊടിഞ്ഞു, ഓപ്പറേഷൻ ചെയ്തു. അവിടെ വെച്ച് മോളുടെ പേര് വിളിക്കുന്നത് കേട്ടത്. എന്തു പറ്റിയതാ? ഞാനും ഏട്ടനും കൂടി വന്നപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാണ്. ആണോ? ഇത് സ്റ്റെല്ലയുടെ ആരാണ്? ശിവൻ വീണ്ടും ചോദിച്ചു. എൻ്റെ ഹസ്ബൻഡാണ്. പേര് ഇന്ദ്രജിത്ത് എന്നാണ്. അവൾ പറയുന്നത് കേട്ടതും ശിവൻ ഞെട്ടിപ്പോയി. +2 പരീക്ഷയുടെ റിസൾട്ട് പോലും ഇതേവരെ ആയിട്ടും വന്നിട്ടില്ല. ഈ കുട്ടി എങ്ങനെ വിവാഹം കഴിച്ചു തൻ്റെ വീട്ടിൽ വന്നു നിന്ന സ്റ്റെല്ല തന്നെയാണോ എന്നുപോലും അവൻ സംശയിച്ചു. ശിവന്റെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ദ്രൻ അരികിലുണ്ടായിരുന്നു. ഇന്ദ്രേട്ടാ, ഇത് ശിവൻ ചേട്ടൻ. ചേട്ടൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ പോയത്. അന്ന് പറഞ്ഞിരുന്നില്ലേ? ഇപ്പം മനസ്സിലായി. ഇന്ദ്രൻ തലകുലുക്കി. ശിവൻ ആ നേരത്താണ് ഇന്ദ്രനെ സൂക്ഷിച്ചു നോക്കിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഏതോ വലിയ വീട്ടിലെ പയ്യനാണെന്ന്. അവൻ്റെ നോട്ടം കണ്ടതും ഇന്ദ്രൻ എഴുന്നേറ്റ് അരികിലേക്ക് വന്നു. എന്നിട്ട് തൻ്റെ വീടും നാടുമൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തു. അവിടെ അടുത്തുള്ള ഒരു തറവാട്ടുകാരെക്കുറിച്ച് ശിവൻ ചോദിച്ചപ്പോൾ ഇന്ദ്രന് പരിചിതമായിരുന്നു. ശിവന്റെ അമ്മാവനാണ് അതെന്നും ഇടയ്ക്കൊക്കെ അവിടെ വരാറുണ്ട് എന്നുമൊക്കെ അവൻ പറഞ്ഞു. രണ്ടാളും കൂടി പെട്ടെന്നടുത്തു.
ഇന്ദ്രനും തോന്നി ശിവൻ നല്ലൊരു വ്യക്തിയാണെന്നും. കുറച്ചു സമയം സംസാരിച്ചിരുന്ന ശേഷമാണ് ശിവൻ യാത്ര പറഞ്ഞു പോയത്. അവന്റെ സഹോദരിമാരെ രണ്ടാളെയും പ്രത്യേകം തിരക്കിയതായി പറയണമെന്നൊക്കെ സ്റ്റെല്ല അറിയിച്ചിരുന്നു. ഇടയ്ക്കൊരു ദിവസം വീട്ടിലേക്ക് വരാം എന്നേറ്റായിരുന്നു അവൻ പോയത്. പാവമാണ് ശിവൻ ചേട്ടനും അവിടുത്തെ അമ്മയും ചേച്ചിമാരുമൊക്കെ. ഒരു ഓറഞ്ച് തൊലി കളഞ്ഞ് അല്ലികൾ അടർത്തിയിട്ടുകൊണ്ട് കസേരയിൽ വന്നിരിക്കുകയാണ് ഇന്ദ്രൻ. ഒന്നൊന്നായി എടുത്ത് അവൾക്ക് കൊടുക്കുന്നുമുണ്ട്. വേണ്ടെന്ന് പറഞ്ഞാലും ഇന്ദ്രൻ സമ്മതിക്കില്ല. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് അവൾ പതിയെ കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് സ്റ്റെല്ല താൻ അവിടെ ചെന്നതും അവന്റെ അമ്മയെ ശുശ്രൂഷിച്ചതും ശിവന്റെ കല്യാണം മുടങ്ങിയതുമൊക്കെ വിശദമായി ഇന്ദ്രനോട് പറഞ്ഞു കേൾപ്പിച്ചത്. എല്ലാം കേട്ടുകഴിഞ്ഞ് അവന് സ്റ്റെല്ലയോട് വളരെയധികം കരുണ തോന്നി. എത്രമാത്രം അനുഭവിച്ചാണ് ഈ പെൺകുട്ടി കടന്നു വന്നത്. മാനം രക്ഷിക്കാൻ വേണ്ടി ഏതൊക്കെ വഴികൾ ഇവളെ താണ്ടി. അവൻ തന്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ സ്റ്റെല്ല പതർച്ചയോടെ മുഖം താഴ്ത്തി. അവൻ എഴുന്നേറ്റ് അരികിലേക്ക് വരുന്നതും അവളുടെ താടി പിടിച്ചുയർത്തി ആ ഇരുമിഴികളിലും മാറി മാറി ചുംബിക്കുന്നതും അറിഞ്ഞപ്പോൾ സ്റ്റെല്ല പരവശയായി മാറി. ആ ആശുപത്രിവാസം കൊണ്ട് സ്റ്റെല്ലയും ഇന്ദ്രനും മനസ്സുകൊണ്ട് ഏറെ അടുത്തു. അവൾക്ക് വലം കൈയായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അവനാണ്. ആദ്യമൊക്കെ സ്റ്റെല്ലയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും മെല്ലെ അത് മാറി വന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി പോകും വരെയും അവൻ അവളുടെ അരികിൽ നിന്നും പോകാതെ കൂടെ നിന്നു. അതിനോടിടയ്ക്ക് വേറെ ഒരു സംഭവമുണ്ടായി. ഒരു ദിവസം സ്റ്റെല്ലയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു ഇന്ദ്രൻ. അപ്പോഴാണ് അപ്രതീക്ഷിതമായി സ്റ്റെല്ലയെ കാണുവാൻ കുറച്ചു പേരെത്തിയത്. വളരെ പരിചിതമായ മുഖങ്ങൾ. ചാച്ചനും ചേച്ചിയുമൊക്കെയായിരുന്നു അത്. സ്റ്റെല്ലയെ കണ്ടതും അവര് രണ്ടാളും കൂടി കുറെ കരഞ്ഞു. ചെയ്ത തെറ്റുകളൊക്കെ കാരണം മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ചാച്ചന് വല്ലാത്ത സങ്കടമായിരുന്നു. അയാൾ മകളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ തഴുകി. ആ സമയത്താണ് ഇന്ദ്രൻ മരുന്ന് മേടിച്ചുകൊണ്ട് കയറി വന്നത്. സ്റ്റെല്ലയുടെ ചാച്ചനെ കണ്ടപ്പോൾ അവന് കലി കയറിയെങ്കിലും സംയമനം പാലിച്ച് അവൻ നിന്നു. പക്ഷേ അവനെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ മടിക്കുത്തിൽ നിന്ന് ഒരു പൊതിയെടുത്ത് ഇന്ദ്രനെ നേർക്ക് നീട്ടി. ഇത് സാറിന്റെ പണമാണ്, ഞാൻ പലിശയ്ക്ക് മേടിച്ചത്. ഇപ്പം മുതലും പലിശയും ഒക്കെ ചേർന്നുള്ളതുണ്ട്. എൻ്റെ വീട് സ്ഥലവും വിറ്റതാണ്. ഇത് വാങ്ങണം, എന്നിട്ട് ഞങ്ങൾക്ക് മോളെ കൊണ്ട് തിരികെ പോണം. അയാൾ പറഞ്ഞതും ഇന്ദ്രൻ ഒന്ന് ഞെട്ടി. അതുപോലെ സ്റ്റെല്ലയും. ഈ പൈസ തിരിച്ചു തരാത്ത കാരണത്താൽ അല്ലേ സാറ് എൻ്റെ മകളെ പിടിച്ചുകൊണ്ടു പോയത്? തരാനുള്ള തുക മുഴുവനുണ്ട് ഇതിൽ. ദയവ് ചെയ്ത് കരുണ ഉണ്ടാകണം, അയാൾ വീണ്ടും ആവശ്യപ്പെട്ടു. സ്റ്റെല്ലയ്ക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, ഞാൻ ആരെയും തടയില്ല. പിന്നെ ഈ പൈസയും കൂടി എടുത്തോളൂ. എനിക്ക് തൽക്കാലം ഇതുകൊണ്ട് ഇനി ആവശ്യമൊന്നുമില്ല. ഇന്ദ്രൻ എങ്ങും തൊടാതെ പറഞ്ഞുകൊണ്ട് സ്റ്റെല്ലയെ നോക്കി. അവളാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു. ചാച്ചനും ചേച്ചിയും കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് നെഞ്ചു പൊട്ടി. എന്നാൽ മറുവശത്ത് ഇന്ദ്രേട്ടൻ. ഈ 5 ദിവസങ്ങൾ കൊണ്ട് തൻ്റെ മനസ്സ് കീഴടക്കിയവനാണ്. എന്നാലും ഒരു നോക്കുകൊണ്ട് പോലും തന്നെ കളങ്കപ്പെടുത്താത്തവനും ആണ്. ആലോചിച്ച് നാളെ പറയാം എന്ന് പറഞ്ഞ് അവൾ അവരെ മടക്കി അയച്ചപ്പോൾ ഇന്ദ്രന് തൻ്റെ മനസ്സിൽ ചെറിയ നൊമ്പരം തോന്നി. കാരണം അവൾ തൻ്റെ ഒപ്പം പോകുമെന്നാവും പറയുന്നത് എന്ന് ഇന്ദ്രൻ ഓർത്തിരുന്നു. അന്നാണെങ്കിൽ രണ്ടാളും കൂടുതലൊന്നും സംസാരിക്കാതെ കഴിഞ്ഞുകൂടി. അവൻ ഭക്ഷണം വാരി കൊടുക്കുമ്പോഴും മരുന്ന് എടുത്തു കൊടുത്തപ്പോഴും ഒക്കെ സ്റ്റെല്ല മറ്റേതോ ലോകത്താണെന്ന് ഇന്ദ്രന് തോന്നി. എന്ത് തീരുമാനം വേണേലും സ്റ്റെല്ല എടുത്തോട്ടെ എന്ന് കരുതി ഇന്ദ്രനും മൗനം പൂണ്ടു.